മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 100-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ഊരൂ ചാരൂ തവോരൂ കനമസൃണരുചൗ ചിത്തചോരോ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഖൗ പീതചേലാവൃതാംഗൗ ആനമ്രാണം പുരസ്തന്യസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമവൃഥുലമനുജ്ഞേ ച ജംഘേ നിഷേവേ. ഭഗവാന്റെ മധ്യവല്ലി വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് തുടകൾ, മുട്ട്, കണങ്കാലുകൾ, ഇത് മൂന്നുമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഊരൂ ചാരൂ തവോരൂ. ഊരൂ, ഊരുക്കൾ. ഉരുക്കൾ എന്ന് പറഞ്ഞാൽ ഊരു, തൊട എന്നാണ്. ചാരൂ, മനോഹരങ്ങളായിട്ടുള്ള ഉരുക്കൾ. തവ ഊരു. ഊരു എന്നുള്ളത് മനോഹരമായിട്ട്, ഉരു എന്നുള്ളത് രണ്ടർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഉരു എന്ന ദ്വിവചനായിട്ട്, രണ്ടും ദ്വിവചനായിട്ടാണ്. ഒന്ന് തുടകൾ എന്നുള്ള അർത്ഥത്തിലും മറ്റത് വലിയതായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലും. ചാരു, മനോഹരങ്ങൾ. ഊരു എന്നുള്ളത് വലിയത്, വണ്ണമുള്ളത് എന്നൊക്കെ അർത്ഥം. ഊരു ചാരു തവ ഊരു. തവോരു തവ ഊരു. അങ്ങയുടെ ഉരുക്കൾ, മനോഹരങ്ങളായിട്ടുള്ള ഉരുക്കൾ, ചാരുക്കളും മനോഹരങ്ങളും വലിയവയുമായിട്ടുള്ള ആ തുടകൾ. ഘനമസൃണ രുചൗ. ഘനം നല്ല കട്ടിയായിട്ടുള്ളതാണ്. മസൃണം മനോഹരമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള രുചൗ, ശോഭിക്കുന്നവയും ആയിട്ടുള്ളതായ ഉരുക്കൾ. ചിത്തചോരൗ രമായാഹ. രമയുടെ ചിത്തത്തെ ഹരിക്കുന്നവ. രമയ്ക്ക് വളരെ മനോഹരമായിട്ട് ആഗ്രഹം തോന്നിക്കത്തക്ക വിധത്തിൽ അത്ര മനസ്സിനെ ആകർഷിക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയുടെ മനസ്സിനെ ആകർഷിക്കുന്നതായ ചിത്തചോരൗ, ചിത്തത്തിൻ്റെ ചോരന്മാരായിട്ടുള്ള കള്ളന്മാരതായ മനസ്സിനെ അപഹരിക്കുന്നവ ആയിട്ടുള്ള ആ ഉരുക്കൾ. ചിത്തചോരൗ രമായാഹ വിശ്വക്ഷോഭം വിശങ്ക്യ. പിന്നെ വിശ്വത്തിന് മുഴുവൻ രമയുടെ മനസ്സിനെ അപഹരിക്കുന്നുണ്ട്. അപ്പോൾ ലോകർക്ക് മുഴുവനെ അത് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ആ ഉരുക്കളുടെ മനോഹാരിത കാണുമ്പോൾ ക്ഷോഭമുണ്ടായാലോ എന്ന് ഭയന്ന് വിശ്വക്ഷോഭം വിശങ്ക്യ, വിശ്വത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ ക്ഷോഭമുണ്ടായാലോ എന്ന് കരുതി പീതചേലാവൃതാംഗൗ, രണ്ടും നല്ല മഞ്ഞ വസ്ത്രങ്ങളെ കൊണ്ട് മൂടിയിട്ടുണ്ട് എന്നാണ്. മഞ്ഞപ്പട്ടുടുത്ത് ഈ തുടകളെ മറച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ തുടകൾ കണ്ട് ലോകത്തിന് മുഴുവൻ ക്ഷോഭ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണോ എന്ന് തോന്നുമാറ് മഞ്ഞപ്പട്ടുകൊണ്ട് പൊതിയപ്പെട്ടിട്ടുള്ളതായ, മൂടപ്പെട്ടിട്ടുള്ളതായ ആ രണ്ട് തുടകളെയും പീതചേല ആവൃതാംഗവും, പീതങ്ങളായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ളതായിട്ടുള്ള ചേല, പട്ടുവസ്ത്രം. ആ പട്ടുവസ്ത്രം കൊണ്ട് ആവൃതാംഗവും, അംഗങ്ങൾ മുഴുവൻ ആവൃതമാണ്, മൂടപ്പെട്ടവയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഗുരുക്കളെയും ആനമ്രാണം പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച. ജാനുദ്വയത്തെയും, രണ്ട് മുട്ടുകളെയും, മുട്ടുകളുടെ വിശേഷമാണ് മറ്റത്. എന്താണ്? ആനമ്രാണം പുരസ്താദ്, ആ മുന്നിൽ നമിക്കുന്നവർക്ക്, ആനമ്രാണം നമിക്കുന്നവർക്ക്, മുൻപിൽ നമിക്കുന്നവർക്ക്, ഭഗവാനെ നമിക്കുന്നവർക്ക്, പുരസ്താന്യസനം അവരുടെ മുൻപിൽ വയ്ക്കാനായിട്ട്, ആനമ്രന്മാരുടെ തന്നെ നമിക്കുന്നവരുടെ മുൻപിൽ വയ്ക്കാനായിട്ട് അവർക്ക് നൽകുന്നതിനു വേണ്ടി പുരസ്താന്യസന ധൃത സമസ്താർത്ഥപാളി, അതിനു വേണ്ടിയിട്ട് താൻ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണ്? എല്ലാ അർത്ഥങ്ങളെയും എന്തൊക്കെ കൊടുക്കണം ഭഗവാന്, ഭക്തന്മാർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അത് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അത് മുഴുവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള രണ്ട് ചെപ്പുകളാണ് എന്നാണ്. സമസ്ത അർത്ഥപാളി, എല്ലാ അർത്ഥപാളികളെയും, അർത്ഥങ്ങളുടെ സമൂഹത്തെയും, എല്ലാ ദ്രവ്യങ്ങളുടെയും സമൂഹത്തെ മുഴുവൻ അവിടെ
സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? അർത്ഥപാളീ സമുദ്ഗച്ഛായം, അങ്ങനെ വെച്ചിട്ടുള്ളതായ സമുദ്ഗം ചെപ്പ്, അതിന് എല്ലാ അർത്ഥങ്ങളെയും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചെപ്പുകളാണോ എന്ന് തോന്നുമാറ് സമുദ്ഗച്ഛായം, അതിൻ്റെ ഛായയോടുകൂടിയ ശോഭയോടുകൂടി അതുപോലെ ശോഭിക്കുന്നതായിട്ടുള്ള ജാനുദ്വയം ച, രണ്ട് ജാനുക്കളെയും മുട്ടുകളെയും. അതായത് ഭഗവാന്റെ മുട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും നമിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് സർവ്വസാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ചെപ്പാണോ, അടച്ചു വെച്ചിട്ടുണ്ട്, തുറന്നങ്ങോട്ട് കൊടുക്കേ വേണ്ടൂ എന്നുള്ളതായിട്ടുള്ള രണ്ട് ചെപ്പുകളാണോ എന്ന് തോന്നുമാറുള്ളതായിട്ടുള്ള ആ രണ്ട് മുട്ടുകളെയും ജാനുദ്വയം ച. ഇനി എന്താണ്? ക്രമപൃഥുല മനോജ്ഞേ ച ജംഘേ, ക്രമപൃഥുല മനോജ്ഞേ, ക്രമത്തിൽ പൃഥുലമായിട്ട് തടിച്ച് മനോജ്ഞങ്ങളായിട്ടുള്ളതായിട്ടുള്ള ജംഘേ, കണങ്കാലികൾ, കണങ്കാലികളുടെ അടിയിൽ വണ്ണം കുറവ്, ക്രമത്തിലങ്ങട് വണ്ണം കൂടി കൂടി വരും. അതാണ് ആ ഭംഗി, കണങ്കാലിൻ്റെ ഭംഗി. അങ്ങനെ ക്രമപൃഥുല മനോജ്ഞേ, ക്രമത്തിൽ പൃഥുലമായി വന്ന് വണ്ണം കൂടിയതായിട്ട് വന്ന് മനോജ്ഞങ്ങളായിട്ടുള്ള ആ കണങ്കാലുകളെയും മനോജ്ഞേ, മനോജ്ഞങ്ങളായിട്ടുള്ള ആ കണങ്കാലുകളെയും ഞാൻ ഭജിക്കുന്നു. ജംഘേച നിഷേവേ, ഞാൻ അവയെയും സേവിക്കുന്നു, ഞാൻ അവയെയും കുമ്പിടുന്നു എന്ന്. ഊരു ചാരു തവോരു, ഊരുക്കളായി തടിച്ചവയായി മനോഹരങ്ങളായിട്ടുള്ള ആ ഊരുക്കളെയും തുടകളെയും, പിന്നെ ചിത്തചോരോ ഘനമസൃണ രുചൗ, ഘനങ്ങളായിട്ട് കനമുള്ളതായിട്ട് ലക്ഷ്മി ഭഗവതിയുടെ മനോഹരങ്ങളായി ലക്ഷ്മി ഭഗവതിയുടെ ചിത്തത്തെ, മനസ്സിനെ അപഹരിക്കുന്നവയായി ചിത്തചോരൗ രമായാഹ. വിശ്വക്ഷോഭം വിശങ്കിയ, വിശ്വത്തിന് മുഴുവൻ, ലോകത്തിന് മുഴുവൻ ക്ഷോഭമുണ്ടായാലോ ഇത് കാണുമ്പോൾ എന്ന് കരുതി ശങ്കിച്ച് പീതശേലാവൃതാംഗവും, പീതങ്ങളായിട്ടുള്ള മഞ്ഞപ്പട്ടുകൾ കൊണ്ട് പൊതിഞ്ഞു വച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഉരുക്കളെയും, പിന്നെ ജാനുദ്വയം ച, രണ്ട് ജാനുക്കളെയും, ആനമ്രാണാം പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം, എങ്ങനെയുള്ളതാണ്? നമിക്കുന്നവരുടെ മുന്നിൽ നമിക്കുന്നവർക്ക് നൽകുവാനായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള സമസ്താർത്ഥപാളി, എല്ലാ വിഷയങ്ങളെയും എല്ലാ ദ്രവ്യങ്ങളെയും സൂക്ഷിച്ചു വച്ചിട്ടുള്ള രണ്ട് ചെപ്പുകളാണോ എന്ന് തോന്നുമാറുള്ളതായ ജാനുദ്വയത്തെയും, പിന്നെ ക്രമപൃഥുല മനോജ്ഞേച ജംഘേ, ക്രമത്തിൽ പൃഥുലമായി വണ്ണം കൂടി മനോജ്ഞങ്ങളായിട്ടുള്ള ആ ജംഘകളെയും കണങ്കാലുകളെയും ഞാൻ നിഷേവേ സേവിക്കുന്നു. ഊരൂ ചാരൂ തവോരൂ ഘനമസൃണരുചൗ ചിത്തചോരൗ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണം പുരസ്താന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുല മനോജ്ഞേ ച ജംഘേ നിഷേവേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മഞ്ഞപ്പട്ടാൽ മറച്ചങ്ങുലകിനു ഹൃദയക്ഷോഭമേകാത്തവണ്ണം നീണ്ടിട്ടാകെ ഇരുണ്ടോരിരുതുട രമതൻ ചിത്തചാഞ്ചല്യഹേതു കൂപ്പും ഭക്തർക്കു നൽകാൻ സകലമതു നിറച്ചുള്ള ചെപ്പായ മുട്ടും നിന്നാരോമൽ കണങ്കാലിവകളെ രസമായി ഞാൻ തൊഴുന്നൊന്നതൊന്നായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.